CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാട് അതിൽ പാർട്ടിക്കൊന്നും പങ്കില്ല. അപ്പോൾ പിന്നീട് അതിൽ മറ്റേ പാർട്ടിക്കാരുണ്ടല്ലോ, DYFIക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനി DYFIക്കാരുണ്ടെങ്കിൽ അവർ മറുപടി പറയട്ടെ, പാർട്ടിക്ക് പങ്കില്ല എന്നാണ്. DYFIയെ കൈയൊഴിയുന്ന ഒരു നിലപാടാണ് കാണുന്നത്. ഈ ഇളകിച്ചാട്ടം, മറിയൽ, നിലപാടുകൾ കൃത്യമായിട്ടില്ലായ്മ, അതിനെ എങ്ങനെയാണ് അഹമ്മദ് കാണുന്നത്? അത് സാർ, നമ്മൾ വളർത്തിയെടുത്ത മാരകമായ വിഷവിത്തുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ മേൽക്കൂര ഭേദിച്ച് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടി വെട്ടിയാൽ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവരുണ്ടാക്കി വെച്ച. എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിയോഗികളെ നേരിടേണ്ടത്? അതിനാദ്യം സ്വീകരിച്ച മാർഗം അതാണ്. വാളും വടിവാളും ഇട്ട് വെട്ടി തീർത്ത് കളയാം. എന്നിട്ട് ആ ചോര ഉണങ്ങുമ്പോൾ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ, അങ്ങനെയല്ലല്ലോ ഇതിനെ കാണേണ്ടത്. അങ്ങനെ കാണാൻ ഇവർ ശ്രമിച്ചതിൻ്റെ ഫലമാണിത്. ഇപ്പോൾ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ ശ്രദ്ധിച്ചത് ഓരോ ദിവസവും ഓരോ നിലപാടായിരുന്നു ഗോവിന്ദ മാഷക്ക്. ഗോവിന്ദ മാഷെ കൊട പിടിച്ചുകൊണ്ട്, ആ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന ടീച്ചർ, ഇപ്പുറത്ത് വടകര മത്സരിക്കുന്ന ശൈല ടീച്ചറും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്ത് MV ഗോവിന്ദൻ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ കോഴിക്കോട്ട് കരീം കാ എന്ന് പറഞ്ഞ് ഇളമരം കരീം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ആദ്യം പറഞ്ഞു അത് പാർട്ടിക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടാം ദിവസം കേട്ടത് അവർ പണ്ട് പാർട്ടിക്കാരായിരുന്നു, ഇപ്പോൾ പാർട്ടിക്കെതിരാണ്, അവർ പാർട്ടിയെ കൂടി കൊല്ലാൻ വരുന്നവരാണ് രണ്ടാം ദിവസം. മൂന്നാം ദിവസം പറയുന്നത് പാർട്ടിക്കാരല്ല, ഇപ്പോൾ DYFIക്കാരോ ഉണ്ട് എന്നാണ്. ഇപ്പോൾ പറയണത് പാർട്ടിയും DYFIയും തമ്മിൽ ബന്ധമില്ല, അവരോട് പോയി ചോദിക്കുന്ന ഈ ഒരു സ്ഥലജല ഭ്രാന്തി ഉണ്ടല്ലോ, ഈ സാധനം വലിയ അപകടം പിടിച്ചൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ കൺഫ്യൂഷൻ, ഒന്നാമത് ഈ സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള വൈരുദ്ധ്യം വലിയ തോതിലുണ്ട്. ഒരു ഭാഗത്ത് വെള്ളരിപ്രാവുകളായിട്ട് സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടത് കൈ കൊണ്ട് അക്രമം പ്രവർത്തിക്കാനുള്ള വലിയ വലിയ ആഹ്വാനം കൊടുക്കുക. ഒരു ഭാഗത്ത് സമാധാന ചർച്ച നടത്തുക, അപ്പം തന്നെ ബോംബ് നിർമ്മാണത്തിൻ്റെ ഫാക്ടറി നടത്തുക. ഇത്തരത്തിൽ ഇതിനൊക്കെ ന്യായം പറയുന്നത് എന്താ? ന്യായം പറഞ്ഞിരുന്നത് ഇത് ഫാസിസ്റ്റുകളായ RSSനെ വകയിരുത്താൻ. എനിക്ക് കണ്ണൂർ ജില്ലയിൽ എനിക്കറിയാവുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ കൂടുതൽ കണ്ണൂരിൽ പലപ്പോഴും നടന്നിട്ടുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും വ്യക്തിപരമായ പക തീർത്തതിൻ്റെ ധാരാളം എന്തുകൊണ്ടാണ് പക വരുന്നത്? രാഷ്ട്രീയമാണോ? അല്ല സാർ, ഒരു ഉദാഹരണം ഞാൻ പറയാം. രാഷ്ട്രീയമല്ല, പലപ്പോഴും രാഷ്ട്രീയമല്ല എന്നുള്ള അടിസ്ഥാന കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അഴീക്കോട്ട് പ്രകാശം മാഷ് സ്ഥാനാർത്ഥിയായിരുന്നു. മഹാഭാഗ്യത്തിന് ഈ KM ഷാജി ആദ്യം ജയിച്ചത് അവിടെ പ്രകാശം മാഷ് മത്സരിച്ചതുകൊണ്ടാണ്. പ്രകാശം മാഷുടെ മോള് ഒരു കീഴ്ജാതിക്കാരൻ, എന്നാലോചിച്ചു, കമ്മ്യൂണിസ്റ്റുകാരാണേ, അതും ധീരവിപ്ലവത്തിൻ്റെ ചോര തിളക്കുന്നവരാണ്. പ്രകാശം മാഷുടെ മോള് ജാതിയിൽ താണ ഒരു ചെറുപ്പക്കാരനെ പ്രണയിച്ചതിൻ്റെ പേരിൽ ഒരു പരമ്പരയിൽ എത്ര പേരെയാണ് കൊന്നത്? ഒന്ന്, ആ ചെറുപ്പക്കാരനെ ഇവരുടെ ക്രിമിനൽ സംഘം, CPMൻ്റെ ക്രിമിനൽ സംഘം ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി കള്ളുകുടിയനെ മദ്യപാനിയാക്കി മാറ്റുന്നു. ആദ്യം ചെയ്ത പണിയതാ. ഇത്ര കാലത്തെ പാക്കേജാണെന്നറിയോ? പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ, ഈ കൊലപാതകത്തിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മദ്യപാനിയാക്കി മാറ്റുന്നു. എന്നിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ആ കുട്ടിക്ക് മദ്യത്തിൽ വിഷം കൊടുത്തി കുട്ടിയെ കൊല്ലുന്നു. കാര്യമായി ആരും ബന്ധുബലമില്ലാത്ത ആ കുട്ടിയെ അമ്മ കിടന്നുറങ്ങുന്ന വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് വിടുന്നു. ഓർമ്മയില്ല ആ സംഭവങ്ങളൊക്കെ? ആ പയ്യൻ മരിക്കുന്നു. ആ പയ്യൻ മരിച്ചു കഴിയുമ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്? ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ കുടിയനാക്കാൻ വേണ്ടി കുടിക്കാൻ പോയ പയ്യന്മാരുണ്ടല്ലോ, കൂട്ടാളികൾ, അവർ മുഴുക്കുടിയന്മാരായി മാറി. ഒരു ഘട്ടത്തിൽ അവർ സത്യം വിളിച്ചു പറയുന്നു, മനസാക്ഷി കുത്തുകൊണ്ട് വിളിച്ചു പറയുന്നു. പിന്നെന്താ സംഭവിക്കുന്നത്? അവരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു. ഇതാണ് സമീപകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ചാവേർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സിനിമയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഞാനതിൽ കാണുന്നത് ഒന്ന് വാസ്തവമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അതിലൊരു കൗതുകം പോലെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ സംഭവം ഉണ്ടായതുകൊണ്ട് പ്രകാശം മാഷക്ക് ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കരുത് എന്ന് സാമാന്യം യുക്തിബോധമുള്ള, സാമാന്യം കോമൺ സെൻസ് ഉള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പോയി പറഞ്ഞതാണ്. പക്ഷേ
ഈ വിഭാഗീയമായ ദുർവാശി കൊണ്ട് പിണറായി വിട്ടില്ല. പ്രകാശൻ മാഷ് ഒരുപക്ഷെ പ്രകാശൻ മാഷ് ഫിനിഷ് ചെയ്യാൻ തീരുമാനിച്ചാണോ എന്ന് പറഞ്ഞുകൂടാ. ഞാൻ നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് ഈ പ്രകാശൻ മാഷ് അവിടെ MLA ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും പരിഭാഷകൻ പ്രസംഗങ്ങളുടെയൊക്കെ ആയിട്ടും പ്രകാശനെ കാണാം. പ്രകാശൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മന്ത്രിയാവുമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. കാരണം ഈ ടീമിൽപ്പെട്ട ആളായിരുന്നല്ലോ. അതെ അതെ, ഇത് ഞാൻ പറയുന്ന പ്രകാശൻ മാഷ് വ്യക്തിപരമായി എന്തുമാത്രം ക്രിമിനൽ സ്വഭാവം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, സാറിന് എന്നെ പെണ്ണെന്ന് അറിയാം. പക്ഷെ പ്രശ്നം ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഉള്ളിൽ ഒരു സെക്യുലർ മനസ്സില്ല, അതില്ല, ജാതി വിരുദ്ധമായ മനസ്സില്ല. ഇവർ ജാതീയതക്കെതിരായി പ്രസംഗിക്കും, സെക്യുലറിസം സെമിനാർ വെക്കും. സ്വന്തം വീട്ടിലേക്ക് ജാതി നോക്കാതെ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലേക്ക് മരുമോനായിട്ട് കയറി വരുമ്പോൾ സ്വഭാവം കാണിക്കും. അത് മാർക്സിസം അല്ല, അത് മാർക്സിസമല്ല. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒന്നും മനസ്സിലും ആത്മാവിലും ആശയത്തിലും മാർക്സിസം ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിന് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി എത്ര ക്രൂരമായിട്ടാണ് മനുഷ്യനെ കൊല്ലുന്നത് സാറേ. ഒരാളെ നേരെ പറഞ്ഞിട്ട് മോനെ നീ പിന്തിരിഞ്ഞോ ഇല്ലെങ്കിൽ അപകടമാട്ടോ എന്നൊക്കെ പറഞ്ഞ് നേരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിട്ടാലും കൊള്ളാം. അല്ലെങ്കിൽ മോളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അച്ഛനും മോളും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റൊക്കെ തന്നെയാണ്, എന്നാലും ജാതി മതമൊന്നും ഇല്ലാതെ നമുക്ക് നടക്കൂല മോളെപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിക്കും. പരമാവധി മനുഷ്യത്വം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് കണ്ണൂർ പൊളിറ്റിക്സ്. കണ്ണൂരിലെ ഇന്നിപ്പോൾ ഞാൻ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, കേരളത്തിലെ ഒരു സുപ്രധാനമായ അക്കാഡമിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ, കണ്ണൂർക്കാരൻ മാത്രമല്ല, കേരളത്തിലെ വിഖ്യാതമായ ഒരു ലഹളയിലെ നമ്മൾ പറയുന്ന ഈ പുന്നപ്ര, വയലാർ, കയ്യൂർ, കരിവള്ളൂർ എന്നൊക്കെ പറയുന്ന ഒരു ലഹളയിലെ രക്തസാക്ഷിയുടെ മോനെ, അദ്ദേഹത്തിന് നേർക്കുനേരെ ഈ പറയുന്ന പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് കിട്ടിയ സന്ദേശം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. എന്താ സന്ദേശം എന്ന് വെച്ചാൽ, പാർട്ടി കമ്മിറ്റിയിൽ ഈ നേതാവിനെ വിമർശിച്ചിട്ട് മടങ്ങിപ്പോരുമ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് കിട്ടുന്ന മെസ്സേജാണ്, ഓർത്ത് കളിച്ചോണം, ഇനി എങ്ങാനും ഇത്തരം വർത്തമാനങ്ങൾ കമ്മിറ്റിയിൽ പോലും പറഞ്ഞാൽ കയ്യും കാലും വെട്ടിയിട്ട് RSSന്റെ കണക്കിൽ എഴുതുന്ന ആളുകളുടെ പേര് മാത്രമേ പറയത്തുള്ളൂ. അത് അവർക്കൊന്നും ഒരു അസൗകര്യം വരണ്ടെന്നുള്ളൂ. നമ്മളൊക്കെ ഇത് അറിയുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറയും, ഇതാണ് അവിടുത്തെ ഈ പൊളിറ്റിക്സിൽ എവിടെയാണ് സാറേ ഇപ്പൊ ഈ ആശയപരമായ സംഘർഷം? ഞാൻ വിചാരിക്കുന്നത് കണ്ണൂരിന്റെ മണ്ണിൽ ഇന്നുവരെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ മഹാഭൂരിപക്ഷവും, ഏറ്റവും ചുരുങ്ങിയത് പകുതിയിലേറെയെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളെ അല്ല. ഈ ഇപ്പോഴത്തെ സംഭവത്തിൽ മുമ്പത്തെ ഏതോ ഒരു കൊലപാതകത്തിൽ RSSകാരെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് നടത്തിയതാണെന്നൊരു തിയറി ഇടയ്ക്ക് വന്നിരുന്നു. അത് ശരിയായിരിക്കുമോ? അതിന് സാധ്യതയുണ്ട്, അതുണ്ട്. കാരണം ഇതിനകത്ത് വലിയ തോതിലാണ് ഗ്രൂപ്പിസം. ഇപ്പോൾ സാറ് ശ്രദ്ധിച്ചു, കാരണം ഇപ്പൊ കായംകുളത്തൊരു വെളിപ്പെടുത്തൽ ഇന്നലെ വന്നു. ഒരു സഖാവിൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും മറ്റുമാണ് അയാള്, ബിബിൻ എന്ന് പറഞ്ഞൊരാള്. മുമ്പ് സത്യൻ എന്ന് പറഞ്ഞിട്ടൊരു RSSകാരൻ്റെ കൊലക്കേസിൽ പാർട്ടി തീരുമാനിച്ച് ചെയ്തതാണ്. അന്ന് ഈ ബിബിന് 19 വയസ്സേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർട്ടിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അതിൽ പ്രതിയേ ആയിരുന്നില്ല, എന്നെ പ്രതി ചേർക്കുകയായിരുന്നു. അത് സത്യമാണ് സാർ. ഇപ്പം നമുക്കിപ്പോൾ സൂക്ഷ്മമായിട്ട് എടുത്തു നോക്കൂ, അടുത്ത് ചെന്ന് നോക്കിയാൽ കണ്ണൂരിലും പരിസരത്ത് കേരളത്തിൽ പലയിടത്തും നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പ്രതിപട്ടികയിൽ യഥാർത്ഥ കൊലപാതകങ്ങളുണ്ടോ, അക്രമികളുണ്ടോ? TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ യഥാർത്ഥ പ്രതികൾ എവിടെ? ഇനി യഥാർത്ഥ പ്രതികളിൽ ആരെങ്കിലും ഒക്കെ 1-2 എണ്ണത്തിനെയൊക്കെ നിവൃത്തിയില്ലാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൊല്ലിച്ചവരെവിടെ? അല്ല, ഇത്തവണ ശരിയായിട്ടാണ് ആളുകളെ പിടിച്ചിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് പോലീസിന് സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയാണോ അഹമ്മദ് കരുതുന്നത്? ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. ഞാൻ കരുതുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും കൂലിപ്രതികൾ ഉണ്ടല്ലോ, പ്രതികളാവാൻ കുടുംബം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയി ജയിലിൽ പോയി കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ കൂലിക്ക് വേണ്ടി കൂടി അല്ലത് കേൾക്കുന്നത്, ജീവനിൽ കൊതി ഉണ്ടായിട്ടാണ്. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ഗതി എന്താവുമെന്ന് അവർക്കറിയാം. കാരണം ഇതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നവരാണ് അവർ. ആ ഒരു അവസ്ഥ പതുക്കെ കണ്ണൂരിൽ അയഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ കണ്ണൂരിലെ ഒരു പൊളിറ്റിക്സ് അതാണ് ഇത്തവണ ഈ ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണങ്ങളിൽ കണ്ടത്.
മൊത്തത്തിൽ അദ്ദേഹത്തിന് പിടിവിട്ടിരിക്കുന്നു എന്നുള്ള തോന്നലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിവില്ല എനിക്കെന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അറിവില്ല എന്നാണ് ഒന്ന്. രണ്ട്, ഗോവിന്ദൻ മാഷക്ക് ആ ദുർബലമായ വിവരവും ദുർബലമായ ധാരണയും വെച്ചുകൊണ്ട് ഈ ഉരുട്ടി പറയുന്ന മലയാളമല്ലാതെ കയ്യിലൊന്നുമില്ലല്ലോ. പിണറായി വിജയൻ്റെ പിന്തുണയും അല്ലാതെ ഒന്നുമില്ല. പിണറായി വിജയന് മറ്റാരെയും വിശ്വാസമില്ലാത്തതുകൊണ്ടും കരുത്തുള്ള ഒരാളെ ഏൽപ്പിച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് പലതും പോകുന്നുള്ളതുകൊണ്ടൊക്കെയാണല്ലോ. പക്ഷെ പ്രശ്നം ഇപ്പോൾ ഗോവിന്ദൻ ഭയപ്പെടുന്നത് കണ്ണൂരിൽ തന്നെയുള്ള പാർട്ടിക്കകത്തെ അതിശക്തമായ ഗ്രൂപ്പുകളെ കൂടിയാണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞതുപോലെ അങ്ങോട്ട് വഴങ്ങിക്കൊണ്ടെന്നില്ല ഈ പിള്ളേർ. അപ്പുറത്ത് സംരക്ഷിക്കാൻ ആളുകളുണ്ട്. ഈ വടകരയിൽ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് ചുമതല പി ജയരാജനാണല്ലേ? ആണ്, പി ജയരാജനാണ്. അതുമായി ബന്ധപ്പെട്ടും ജയരാജന് ശൈലജ ജയിക്കണം എന്നില്ല. അപ്പൊ ഈ ബോംബ് നിർമ്മാണത്തിന്റെ പിന്നിലുമൊക്കെ രണ്ട് കാര്യമുണ്ട് സാറേ, രണ്ട് കാര്യമുണ്ട്. ജയരാജേട്ടനെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ പരിചയം വെച്ചിട്ട് ഞാൻ പറയാം, കഴിഞ്ഞ കുറേ കാലം ഉള്ള ബന്ധം വെച്ചിട്ട് ജയരാജന്മാരിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ജയരാജനേ ഉള്ളൂ. അറിയാമല്ലോ, ബാക്കിയുള്ള ഒരു രണ്ട് തരത്തിലാണ്. ഒന്ന് ഒരാളെ നമുക്ക് പൈങ്കിളി ജയരാജൻ എന്ന് വിളിക്കാം, ഒരാളെ മാഫിയ ജയരാജൻ എന്ന് വിളിക്കാം. ആരാന്നൊന്നും ഞാൻ പറയില്ല, കറുപ്പ് വെളി തോന്നും. പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളേ ഉള്ളൂ. അയാൾ തല്ലാൻ പോകാന്ന് പറഞ്ഞാൽ തല്ലാനും തല്ലു കൊള്ളാനും പോകാൻ പറ്റുന്നതുകൊണ്ടാണ് കയ്യും കാലും കുടിഞ്ഞു പോകുന്നത്. മറ്റവർക്കൊന്നും ഈ പരിക്ക് പറ്റൂല. അപ്പോൾ ഈ പി ജെ ആർമി നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, കണ്ണേക്കാൾ ആഴത്തിൽ വേരുകളുണ്ടാ സാധനം. പി ജയരാജനെ പൊളിറ്റിക്കലി ഫിനിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടതല്ലേ അതേ വടകര. അതെ, അദ്ദേഹം ഇപ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണെന്നൊരു സംശയം കേട്ടു. കൊടുക്കാനുള്ള ബാധ്യത, കൊടുക്കാനുള്ള നീക്കം നടത്തിക്കൂടാ എന്നില്ലല്ലോ പി ജയരാജൻ. മാത്രമല്ല, അദ്ദേഹം സമീപകാലത്ത് എന്തുമാത്രം ഒറ്റപ്പെട്ടു പാർട്ടിക്കകത്ത്. അതെ അതെ, അദ്ദേഹം നീതിക്ക് വേണ്ടി പൊരുതിയിട്ട് അദ്ദേഹത്തിനെതിരായി വിധി വന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാർട്ടി ഉണ്ടായോ? ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ജയരാജന് വേണ്ടി പൊരുതാൻ ജയരാജൻ മാത്രമായി തീർന്നൊരു കേരളം ഉണ്ടായില്ലേ ആ സമയത്ത്? മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും കൊടുത്ത ഒരാൾ പോയി വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ്റെ ചോരയ്ക്ക് ബദലായി മത്സരിച്ചിട്ട് ജയിച്ച് കയറാത്തടത്ത് ഈ വെണ്ണില വ്യക്തിത്വവുമായി ചെല്ലുന്ന ശൈല ടീച്ചർ, അങ്ങനെയല്ലേ വിളിക്കാനുള്ളൂ. അപ്പോൾ ശൈല ടീച്ചർ അവിടെ ജയിച്ച് കയറുന്നത് ഈ പോരാളിയുടെ വ്യക്തിത്വത്തെ എങ്ങനെ ബാധിക്കും? അപ്പോൾ പി ജയരാജൻ്റെ ആർമി ശൈല ടീച്ചറെ തോൽപ്പിക്കാൻ ശ്രമിച്ചൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്നലെ പറഞ്ഞെന്ത്, ഇന്ന് പറഞ്ഞെന്ത്, നാളെ ഞാൻ എന്ത് പറയുന്നു ഒന്നും ആലോചിച്ചിട്ടല്ല ഇഷ്യൂസിൽ നിലപാട്. അപ്പം കണ്ടതിനെ പ്രതികരിക്കണം. ആ പ്രതികരണം ഒരു നിലപാടല്ല. തവണത്തത് പരിതാപകരമായി പോയി, വളരെ പരിതാപകരം. കാരണം DYFI മറ്റേ കൈയൊഴിയാണല്ലോ. ഒന്നാമത്തെ കാര്യം സാറേ, ഇതൊരു കാര്യം വ്യക്തമാണ്. ഒന്ന്, ഈ മലയാള മാധ്യമങ്ങൾ പലപ്പോഴും അനവസരത്തിൽ ഊതി വീർപ്പിച്ചുണ്ടാക്കുന്ന ചില ബിംബങ്ങളുണ്ട്. അതെ, സൈദ്ധാന്തികനാണെന്നൊക്കെ. ഒരു ചുക്കും ഇല്ലല്ലോ ആ സാധു മനുഷ്യന്റെ കയ്യിൽ. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അദ്ദേഹം ഏതെങ്കിലും പുതിയ പുസ്തകം വായിച്ചത് ഞാൻ ഇന്ന് വരെ എനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലും ഒരു പുതിയ പുസ്തകത്തെക്കുറിച്ച് പറയാറില്ല. പണ്ട് ഈ PT മാഷായി സ്കൂളിൽ പഠിപ്പിച്ച കാലത്ത് പാർട്ടി ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ ഏതെങ്കിലും EMS ഒരുപാടോ വല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വിവരം വെച്ചിട്ടാണ് ഇപ്പോഴും അന്ന് പഠിച്ചു വെച്ച ഏതാനും വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഉരുട്ടി ഉച്ചരിക്കുന്നുണ്ട് എന്നുള്ള. അല്ലാതെ എന്ത് സൈദ്ധാന്തികൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് സിദ്ധാന്തം ഉള്ളത്? ആ സിദ്ധാന്തം കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ എന്താണ് പ്രയോഗിച്ച് കണ്ടത്? എവിടെയെങ്കിലും വ്യത്യസ്തമായ ഒരു ആശയം, ഏറ്റവും പുതിയ മാർക്സിസത്തിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ പാഠം, ഒരു പുതിയ തിരുത്ത്? EMS പോലും പലപ്പോഴും അബദ്ധങ്ങൾ തിരുത്തിയിട്ടെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഓർമ്മയില്ലേ, ജീവൽ സാഹിത്യം അബദ്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. EMS തിരുത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പഠനം നടക്കുന്നതുകൊണ്ടാണ്. ഗോവിന്ദൻ മാഷ് അതിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ സംഭവം കൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവായൊരു സംഗതി, ചില ബിംബങ്ങൾ തകരേണ്ടത് അനിവാര്യമാണ്. എക്സ്പോസ്ഡ് ആവണമല്ലോ. ഞാൻ എന്തല്ല എന്ന് ആളുകൾ ധരിച്ചു വെച്ചാൽ ഞാൻ എന്താണ് എന്ന് വെളിപ്പെടാൻ ഒരു അവസരം വേണ്ടേ? ഗോവിന്ദൻ മാഷ് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനോട് കൂടി അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പാപ്പരത്തം മലയാളിക്ക് വെളിപ്പെടും. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സാധനം. ഈ ബോംബ് നമ്മുടെ വടകരയിൽ മാത്രമല്ല, കാസർഗോഡും കണ്ണൂരും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് ഇവരുടെ കൂടുതൽ മണ്ഡലങ്ങളെ ബാധിക്കുമോ? കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാർ DYFIക്കാരെ നോക്കിയിട്ട്
ഞങ്ങൾ CPM അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല, അവന്മാരോട് പോയി ചോദിക്കും എന്ന് പറയുന്നത്. നാളെ ആരെ വിശ്വസിച്ചിട്ട് ഈ DYFIക്ക് വേണ്ടി പിടിക്കാനും തല്ലാനും കൊല്ലാനും കുട്ടികൾ വരും? ഇപ്പൊ DYFIക്കാരായി രാവും പകലും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പോലും മാറി ചിന്തിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഇത് ഞാൻ പറഞ്ഞ ഇലക്ഷനെ ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ പാർട്ടിയുടെ ഭാവിയെ ബാധിക്കും. ചെറുപ്പക്കാർ ഈ പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെടുത്തും. ഇവർ തള്ളിപ്പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ പണ്ട്. ചരിത്രത്തിൽ ഇന്നുവരെ പറഞ്ഞില്ല DYFI ഇപ്പോൾ സാങ്കേതികമായി ബന്ധമില്ല, അതൊരു സ്വതന്ത്ര യുവജന സംഘടനയാണെന്നൊക്കെ പറയും. അതാർക്ക് NGO യൂണിയൻ സ്വതന്ത്ര സംഘടനയാണെന്ന് പറയും. KSTS ഞങ്ങളൊക്കെ ഒക്കെ സ്വതന്ത്ര സംഘടനയാണെന്ന് പറയില്ലേ? പക്ഷേ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന ഓരോരുത്തരും അറിയാലോ, എൻ്റെ തമ്പുരാൻ ഇന്നയാളാണ്, ഇന്ന പാർട്ടിയാണ്, ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കലും ആ പാർട്ടി രക്ഷിക്കുമെന്ന വിശ്വാസമാണല്ലോ ഇതിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് DYFI ഇല്ലാതാക്കും ആ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് കേരള ഭരണം കൊണ്ട് കേരളത്തിലെ CPM എന്ന സംഘടനയെ, അവസാനത്തെ ഇന്ത്യയിലെ തുരുത്തായ കേരളത്തിൽ പോലും പാർട്ടിയെ നശിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് പങ്ക് വഹിക്കുമോ അതേ കാലത്ത് മറ്റൊരു സമാന്തരമായ ധർമ്മം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ സംഘടനാ മെഷീനറിയെ ദുർബലമാക്കുകയും തകർക്കുകയും ചെയ്യുന്നതിൽ MV ഗോവിന്ദൻ്റെ കാലം വളരെ നിർണായകമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.